നരേന്ദ്രമോദി ഒരു തവണ കൂടി പ്രധാനമന്ത്രിയാകാതിരിക്കാൻ താൻ പോരാടുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കുന്ന ഒഡീഷയിലെ ഭുവനേശ്വറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നെയും കോൺഗ്രസിനെയും മോദി വെറുക്കുന്നെന്നറിയാം. അദ്ദേഹം എന്നെ അധിക്ഷേപിക്കുന്നത് കേൾക്കുമ്പോൾ കെട്ടിപ്പിടിക്കാനാണ് തോന്നുന്നത്. പ്രധാനമന്ത്രി കാണിക്കുന്നത് BJPയുടെ രീതിശാസ്ത്രമാണ്. മോദിയോട് വെറുപ്പില്ല, തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രം. രാഷ്ട്രീയത്തിലത് സ്വാഭാവികമാണെന്നും രാഹുൽ പറഞ്ഞു. 21 ലോക്സഭാ സീറ്റുകളാണ് ഒഡീഷയിലുള്ളത്. 3 സ്ഥലങ്ങളിൽ മോദി പര്യടനവും നടത്തി കഴിഞ്ഞു. രാഹുൽ തീരദേശ മേഖല കേന്ദ്രീകരിച്ചാണ് പ്രചാരണം നടത്തുന്നത്. മോദിയും BJPയും ആകട്ടെ ആദിവാസി മേഖല കേന്ദ്രീകരിച്ചു. പ്രധാനമന്ത്രിയുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നെന്നും രാഹുൽ പറഞ്ഞു. മോദി ഭരണത്തിന്റെ മറവിൽ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളിലും RSS നുഴഞ്ഞുകയറാൻ ശ്രമിക്കുകയാണ്. ആൾക്കൂട്ട കൊലപാതകങ്ങളെ BJPയും RSSും പ്രോത്സാഹിപ്പിക്കുന്നു. CBI പോലുള്ള ഉന്നത ഏജൻസികളുടെ വിശ്വാസ്യത പോലും ഇല്ലാതാക്കുകയാണ്. BJPയുടെ പരിഹാസവും RSSന്റെ അധിക്ഷേപവും തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനവും തിരിച്ചറിവുമാണെന്നും രാഹുൽ വ്യക്തമാക്കി. മുമ്പ് പാർലമെന്റിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് സംസാരിച്ച ശേഷം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആലിംഗനം ചെയ്തിരുന്നു. അത് അന്ന് വലിയ വാർത്തയായിരുന്നു. അതിന് പിന്നാലെയാണ് മോദി തന്നെ അധിക്ഷേപിച്ചാൽ ആലിംഗനം ചെയ്യുമെന്ന പ്രസ്താവനയുമായി രാഹുൽ രംഗത്തെത്തിയത്. അത് കേന്ദ്ര സർക്കാരിന്റെ അസഹിഷ്ണുതാ നിലപാടുകൾക്കുള്ള മറുപടിയാണ്. ബീഫ് വിവാദം, ആൾക്കൂട്ട കൊലപാതകങ്ങൾ, പശുവിനെ ആക്രമിച്ചെന്ന് കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുക, സർക്കാരിനെ വിമർശിക്കുന്ന ബുദ്ധിജീവികളെയും എഴുത്തുകാരെയും കലാകാരന്മാരെയും ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ കൊലപ്പെടുത്തുക തുടങ്ങിയ സംഭവങ്ങൾ മോദി ഭരണത്തിൽ രാജ്യത്ത് വ്യാപകമായിരിക്കുകയാണ്. രാജസ്ഥാനിലും മധ്യപ്രദേശിലും BJPക്ക് നേരിട്ട വലിയ തിരിച്ചടിയും മോദിയുടെ കോട്ടയായ ഗുജറാത്തിൽ നേരിട്ട തിരിച്ചടിയും രാഹുലിന്റെ വിജയമാണ്. ഇവിടങ്ങളിലെല്ലാം രാഹുൽ നേരിട്ടെത്തിയാണ് പ്രചാരണം നടത്തിയത്. അതിനാൽ വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ രാഹുലായിരിക്കും BJPയുടെ ഏറ്റവും വലിയ വെല്ലുവിളി. ഉത്തർപ്രദേശിൽ SPയും BSPയും കോൺഗ്രസുമായി സഹകരിക്കാതെ മത്സരിക്കാൻ തീരുമാനിച്ചതിനെ തുടർന്നാണ് രാഹുൽ സഹോദരിയായ പ്രിയങ്ക ഗാന്ധിക്ക് സംഘടനാ ചുമതല നൽകിയത്. ഉത്തർപ്രദേശിലെ പരമ്പരാഗത കോൺഗ്രസ് വോട്ടർമാരെ സ്വാധീനിക്കാൻ ഇതിലൂടെ കഴിയും. UPയിൽ കൂടുതൽ സീറ്റുകൾ നേടിയാൽ ഇന്ത്യ ഭരിക്കാൻ നിഷ്പ്രയാസം കോൺഗ്രസിന് സാധിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.